ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വാഴക്കൂമ്പ് കൊണ്ട് നല്ലൊരു തോരൻ ഉണ്ടാക്കി നോക്കിയാലോ. വാഴക്കൂമ്പ് അരിയുമ്പോൾ അതിൻ്റെ കറ കളയാനായിട്ട് ഒന്ന് രണ്ട് ടിപ്സ് ഞാനിതിൽ പറഞ്ഞു തരുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈസൂർ പൂവൻ എന്ന ഇനം വാഴയുടെ കൂമ്പാണ്. ആ വാഴക്കൂമ്പിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് വെച്ചിരുന്നാൽ അതിലുള്ള കറയൊക്കെ കുറേ ഒഴുകിപ്പോവും. അത് പൊടിയായിട്ട് അരിഞ്ഞ ശേഷം ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. അതിന് ശേഷം അതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കണം. ഒരു 2-3 മിനിറ്റ് തിരുമിയ ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് അരിഞ്ഞു വെച്ച വാഴച്ചുണ്ടൊന്ന് ചുറ്റിച്ചെടുത്താൽ ആ സ്പൂണിൽ അത് നാര് പോലെ ചുറ്റി കിട്ടും. അത് കളഞ്ഞാൽ പിന്നെ നമുക്കത് കറി വെക്കാൻ എളുപ്പമുണ്ട്. അതിൽ നാരൊന്നും കാണത്തില്ല. പിന്നെ വാഴച്ചുണ്ട് അരിയുമ്പോൾ വെള്ളത്തിലേക്ക് അരിയാതിരിക്കുന്നതാണ് നല്ലത്. അതിൻ്റെ ഗുണമൊക്കെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഒരു 2-3 പ്രാവശ്യം സ്പൂൺ കൊണ്ട് ചുറ്റിച്ചെടുത്താൽ അതിലുള്ള എല്ലാ നാരും പോയി കിട്ടും. ഇതുപോലെ ഒരു 2-3 പ്രാവശ്യം എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഒരു മുറി തേങ്ങ ചിരണ്ടിയത്, 5-6 ചുവന്നുള്ളി, നല്ല എരിവുള്ള 2 പച്ചമുളക്, ഇത്രയും ഒന്ന് ചതച്ചെടുക്കണം അരപ്പിന് വേണ്ടിയിട്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഞാൻ എന്തായാലും ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പം 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കണം. കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ആ തേങ്ങയുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ചൂടായാൽ മതി, മൊരിയൊന്നും വേണ്ട. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വാഴച്ചുണ്ട് അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. വാഴച്ചുണ്ട് അരിഞ്ഞത് കാണുമ്പോൾ കുറേ ഉണ്ടെന്ന് തോന്നിയാലും വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പകുതിയെ കാണൂ. വാഴച്ചുണ്ട് അരിഞ്ഞതും കൂടെ അരപ്പിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ മൂടി വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഒരു അല്പം വെള്ളം തളിച്ച് കൊടുക്കാം. ഇടയ്ക്കൊരു 1-2 തവണ അടപ്പൊന്ന് മാറ്റി ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. തീ എപ്പോഴും കുറച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണിത്. ഇത് വൻപയർ വേണമെങ്കിൽ വേവിച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് തോരൻ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പയർ ചേർക്കുമ്പോൾ അരപ്പിൽ ഒരു നുള്ളു ജീരകം കൂടെ ചേർക്കണമെന്നൊരു വ്യത്യാസമേ ഉള്ളൂ. വാഴച്ചുണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്